ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കിപ്പോൾ മെയിനായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ളത് നമ്മുടെ ട്രംപിൻ്റെ 50% ടാരിഫ് ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് ഒന്നും മാർക്കറ്റിനെ കുറിച്ച് തൽക്കാലം പറയാനില്ലാത്തൊരു സിറ്റുവേഷനാണ്. ഒന്ന്, ട്രംപിൻ്റെ 25% 50% ടാരിഫാണ് മെയിൻ ഇഷ്യൂ. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏർണിങ്സ് ഗ്രോത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വന്നിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ ഏർണിങ്സ് ഗ്രോത്ത് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കണ്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ FISൻ്റെ സെല്ലിംഗ് ആണ്. അപ്പോൾ ഏർണിങ്സ് കുറവ് കാരണം FIS ഇടയ്ക്ക് ഏപ്രിൽ വരെ സെല്ല് ചെയ്തായിരുന്നു. അതിനുശേഷം ദേ സ്റ്റാർട്ടഡ് ബൈയിങ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് വേണം 45,000 crores അവർ വിറ്റിട്ടുണ്ട്. അപ്പോൾ ഓൾ ദീസ് ആർ നെഗറ്റീവ് തിങ്സ്. പോസിറ്റീവായിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ച് നല്ല മൺസൂൺ എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാനില്ല. ഇപ്പോൾ കാർത്തിക് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ട്രംപിൻ്റെ ടാരിഫ് 50% എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ലെവലാണ്. അതിൽ പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു 50% ഉള്ള ഗുഡ്സിന് മാത്രമേ ഈ ടാരിഫ് വന്നിട്ടുള്ളൂ. പല ഇലക്ട്രോണിക്സ് ഗുഡ്സിനും ഫാർമസ്യൂട്ടിക്കൽസിനൊന്നും ടാരിഫ് വന്നിട്ടില്ല. അപ്പോൾ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25% ടാരിഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് വി ആർ ബൈയിങ് ഓയിൽ ഫ്രം റഷ്യ. അത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ 38% റഷ്യയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. China is importing 47%. Even Japan is importing oil from Russia. Okay. പിന്നെ ഇഫ് യു ടേക്ക് യൂറോപ്യൻ യൂണിയൻ, നാച്ചുറൽ ഗ്യാസിൻ്റെ വലിയൊരു പ്രൊഡ്യൂസറാണ് റഷ്യ. ഓക്കെ. യൂറോപ്യൻ യൂണിയൻ ഈസ് ഇമ്പോർട്ടിങ് 54% ഓഫ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ റഷ്യ. അപ്പോൾ അവർക്കൊന്നും ഈ ടാരിഫ്സും ഉപരോധമൊന്നുമില്ല. ഇന്ത്യക്ക് സ്പെസിഫിക്കായിട്ട് ഒരു ടാർഗറ്റ് ഇരിക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. പിന്നെ US ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുറേനിയം, ഫെർട്ടിലൈസർ, കെമിക്കൽസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. റീസെൻ്റായിട്ട് ഒരു 3-4 ദിവസം മുമ്പ് ട്രംപിനോട് ചോദിച്ചു, ഇപ്പം US റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നില്ല ചോദിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നമ്മൾ ചൈനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് 150% ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തത്. അത് ചൈന റിറ്റാലിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് വെൻ്റ് അപ്പ് ടു 245. ആൻഡ് ഈവൻ നൗ ചൈനയ്ക്ക് 30% ഉള്ളൂ. അപ്പോൾ കാർത്തിക് ഇപ്പോൾ പറഞ്ഞ കണക്ക് നമുക്ക് 50% ടാരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള റീസൺ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് വി ആർ ഇമ്പോർട്ടിങ് ഓയിൽ ഫ്രം റഷ്യ. That is only a reason what he is saying. ബേസിക്കായിട്ട് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് വാട്ട് ഹി തോട്ട് വാസ് he will have a talk with യുക്രൈനും ആ വാർ പെട്ടെന്ന് തീർക്കാമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം നടന്നില്ല. വാർ പുള്ളി ഉദ്ദേശിച്ച പോലെ വാർ നിർത്താൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയാണ് ഓയിൽ മേടിച്ച് ഫൈനാൻസ് ചെയ്യുന്നത്. പക്ഷേ ടോട്ടൽ റഷ്യയുടെ എക്സ്പോർട്ടിൻ്റെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ ഈ ഓയിലും നാച്ചുറൽ ഗ്യാസിൻ്റെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നത്. അപ്പം റിയൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന്, ട്രംപും നമ്മുടെ മോഡിജിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെ മോശമാണ്. അത് ആയതിൻ്റെ ഒരു റീസൺ പലരും കുറ്റമായിട്ടുമൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫയർ ട്രംപ് ബ്രോക്കർ ചെയ്ത് ട്രംപാണത് എൻഡ് ചെയ്തെന്നും. പിന്നെ ഈ ഇടയ്ക്ക് വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു സ്പോക്സ് പേഴ്സൺ പറഞ്ഞു കുറേ വാർ എൻഡ് ചെയ്തു, അതുകൊണ്ട് ട്രംപിന് നോബൽ പീസ് പ്രൈസ് കിട്ടണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. ആ ഇടയ്ക്ക് ഒരു ദിവസം ഈവനിങ്ങിൽ അദ്ദേഹത്തിനെ വിളിച്ചിട്ടൊരു അരമണിക്കൂർ നിങ്ങളിതിനകത്ത് ബ്രോക്കർ ചെയ്തിട്ടില്ല, അത് ഞങ്ങളുടെ ഇതാണ്, നിങ്ങളിത് പറഞ്ഞു കേൾക്കുന്നത് ശരിയല്ല, വി വിൽ നെവർ അലൗ എനിബഡി ടു ഞങ്ങളുടെ ഇൻറ്റേർണൽ കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഹാഫ് ആൻ അവർ ഒരു ലെക്ചർ കൊടുത്തു. ഇപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ട്രംപിനെ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് പകരം
suppose we had said that, okay, US did not ask, നമ്മളോട് നിർത്തണമെന്നൊന്നും നമ്മളടുത്ത് അഡ്വൈസോ അല്ലെങ്കിൽ ബ്രോക്കർ ചെയ്തൊന്നും ഇല്ല. ബട്ട് ഇഫ് യു വുഡ് ഹാവ് താങ്ക്ഡ് ദ US പ്രസിഡൻറ്റ് ഫോർ ഫോഴ്സിങ് പാകിസ്ഥാൻ ടു സ്റ്റോപ്പ്, അങ്ങനെ പുള്ളിക്കൊരു പോസിറ്റീവായിട്ട് ഒരു ഇത് കൊടുത്തിരുന്നെങ്കിൽ അതൊരു പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. അതൊരു പോസിറ്റീവായിട്ട് പോവുകയും ചെയ്തതിനെ നമ്മൾ ബ്രോക്കർ ചെയ്തെന്ന് പറയുന്നില്ല, ബട്ട് ഹി ഹെൽപ്പ് ടു സ്റ്റോപ്പ് ദി വാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. സെക്കൻഡ് കൺട്രി മെയിൻ തിങ് നേരത്തെ കാലത്തേക്ക് പറഞ്ഞ തന്നെ ബ്രിക് കൺട്രീസുമായിട്ടുള്ള ഒരു വിരോധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കമ്പയർ ടു ഇപ്പം ബ്രിക് കൺട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ 40% GST ഈ ബ്രിക് കൺട്രീസിനാണ്. നേരത്തെ പറഞ്ഞ കണക്ക് 5 കൺട്രി വെച്ച് തുടങ്ങിയാണ്, ഇപ്പോൾ ഒരുപാടുപെട്ട കൺട്രീസ് എല്ലാം ഉണ്ട്. ആൻഡ് GDPയുടെ 40%, പിന്നെ വേൾഡ് പോപ്പുലേഷൻ്റെ 58% ബ്രിക് കൺട്രീസിലാണ്. ഇപ്പോൾ കമ്പയർ ടു G7 28% GDP, വേൾഡ് GDPയുടെ. നമുക്ക് ഏകദേശം 38-40% GDP ഉണ്ട്. ആൻഡ് ട്രംപ് ഈസ് അഫ്രെയ്ഡ് ഓഫ് ദിസ് ബ്രിക് കൺട്രീസ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കണക്ക് ഏറ്റവും കൂടുതൽ ടാരിഫ് വച്ചിരിക്കുന്നത് ബ്രിക് കൺട്രീസിനാണ്. ഇന്ത്യക്ക് 50%, ബ്രസീലിന് 50%, പിന്നെ ചൈന 30 ഒക്കെ വരുന്നത്. ഇപ്പോൾ ലൈക്ക് ഈ സെയിങ് ഈ കനോട്ട് ബുള്ളി ചൈന ബിക്കോസ് ചൈന ഈസ് സച്ച് എ വെരി സ്ട്രോങ് നേഷൻ കമ്പയർ ടു US. അതുകൊണ്ട് ഈ പറഞ്ഞ പാവപ്പെട്ട നേഷൻസിനെയൊക്കെ നമുക്ക് അവർ കുറച്ച് യൂറോപ്യൻ യൂണിയനെയും ജപ്പാനെയൊക്കെ അവർ കുറച്ച് ബുള്ളി ചെയ്തിട്ട് അവരിൽ നിന്ന് വലിയ ഡീലെല്ലാം ഒപ്പിച്ചു. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവരുടെ ഡിഫൻസിന് വേണ്ടി ദേ ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ദ US. അതുകൊണ്ട് ദേ ഹാഡ് നോ അതർ ചോയ്സ്. അതുപോലെ ഇന്ത്യയെ ബ്രൗബീറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് നമ്മൾ സമ്മതിക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ ഈ ബ്രിക് കൺട്രീസിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ബ്രിക് കൺട്രീസ് ആർ ഓൾ ഗെറ്റിംഗ് ക്ലോസർ. ഫോർ എക്സാമ്പിൾ ഇന്ത്യയും ചൈനയായിട്ട് ഒരുപാട് സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് 2019 ആ ബോർഡർ ഇഷ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് കുറേ കാലത്തിന് ശേഷം ചൈനയിലേക്ക് പോകുന്നു. പിന്നെ കൂടാതെ ചൈനീസ് വിസിറ്റേഴ്സിന് നമുക്ക് വിസ ഇപ്പോൾ കൊടുത്തു തുടങ്ങി. കൂടാതെ മോഡിജി വന്നിട്ട് ചൈനയിലോട്ട് അവിടുത്തെ ഒരു സമ്മിറ്റിന് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ചൈനയായിട്ട് വളരെ അടുത്ത് വരികയാണ്. പിന്നെ റഷ്യയായിട്ടും പുട്ടിനുമായിട്ടൊക്കെ ടോക്ക് ഉണ്ടായിരുന്നു. ബ്രസീൽ അവരുമായിട്ടെല്ലാം ടോക്ക് ഉണ്ടായിരുന്നു. ദ വേൾഡ് ഓർഡർ ഈസ് ചേഞ്ചിങ് നൗ. അപ്പം ദാറ്റ് ഈസ് മേക്കിംഗ് അമേരിക്ക മോർ നെർവസ് എന്നുള്ളതാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിക് കൺട്രീസിൻ്റെ വളർച്ച തടയണം. സപ്പോസ് ദർ ഇസ് എ പ്ലാൻ ഫോർ ബ്രിക് കൺട്രീസ് ടു സ്റ്റാർട്ട് എ ന്യൂ കറൻസി. ഈവൻ ഓൾറെഡി നമ്മൾ റഷ്യയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ത്രൂ റുപ്പി ആൻഡ് റൂബിൾ. അതൊന്നും വേൾഡ് കറൻസിയായ ഡോളറിനെ മറികടന്ന് ചെയ്യുന്നത് അത് ട്രംപിന് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബ്രിക് കൺട്രീസ് ഒരു കറൻസിയുടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡോളറിനെയും US-ൻ്റെ സുപ്രീമസിയും അഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയാണ് ട്രംപിന് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ എല്ലാവരും പറയുന്നത് നമ്മൾ ഈ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കാരണം നമുക്ക് ഭയങ്കര ലാഭമാണെന്നെല്ലാം പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ഫൈനാൻഷ്യലിലെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി സേവ് only $3.8 billion worth of savings in oil exported. That is a small figure compared to $242 billion worth of oil which is imported annually. പിന്നെ ഈ 50% ടാരിഫിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബാഡ് ഫോർ ഇന്ത്യ. ബട്ട് കൺസിഡറിങ് ദാറ്റ് നമ്മുടെ US-ലേക്കുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ നമ്മുടെ 17% ഉള്ളൂ. ഓക്കെ, അതുകൂടാതെ ഈ നമ്മൾ അങ്ങോട്ടുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ GDPയുടെ 2% വരുന്നുള്ളൂ. ടോട്ടൽ GDPയുടെ 2%. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്ത വർഷത്തേക്ക് നമ്മൾ GDP നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് 6.5% ഗ്രോത്താണ്. സപ്പോസ് ഇതൊന്നും വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ GDP റെഡ്യൂസ് ടു 6.2. Above 6, still India is the fastest growing major economy in the world. So it is not going to affect us in a big way. Temporary ആയിട്ട് it is true നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. കാര്യം
ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിന് വന്നപ്പോഴത്തേക്ക് 24,500 മേളിൽ നിൽക്കുകയായിരുന്നു നമ്മുടെ നിഫ്റ്റി. ആ 24,000 വളരെ സ്ട്രോങ് സപ്പോർട്ടാണ്. അത് ഓൺ എ ക്ലോസിംഗ് ബേസിസ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു 100 പോയിൻ്റ് താഴെയാണ്. അപ്പം ഫർദർ എങ്ങോട്ട് പോകും എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ താഴെ വന്നുവിടാന്നുള്ള ഇല്ല. പക്ഷേ ഇറ്റ് ഈസ് ഓൺലി എ ടെമ്പററി ഫിനോമിനൻ. നമ്മളാരും അതുകൊണ്ട് പാനിക്ക് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് വിറ്റ് ഇനി എന്തെങ്കിലും ഇഷ്യൂ വരുമെന്നൊന്നും വിചാരിക്കേണ്ട. ദിസ് പ്രോബ്ലം വിൽ ഗെറ്റ് സോർട്ടഡ് ഔട്ട്. ഈ 50% ടാരിഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഐ തിങ്ക് ദ US ടീം ഈസ് കമ്മിങ് ഓൺ 26 ഓർ സംതിങ് ഫോർ ഫർദർ ഡിസ്കഷൻ. അപ്പം ചിലപ്പോൾ 1-2 മാസം ട്രംപിൻ്റെ ദേഷ്യം നിൽക്കുന്നത് വരെ ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞാലും ഇൻ ദ ലോങ് റൺ ഐ തിങ്ക് ദ ടാരിഫ്സ് വിൽ കം ഡൗൺ ടു 20%. ഇറ്റ് മേ ടേക്ക് മേ ബി 1-2 മാസം, 3 മാസം വരെ ചിലപ്പം എടുത്തുനിന്നിരിക്കും. ബട്ട് റൈറ്റ് നൗ തിങ്സ് ആർ ലുക്കിംഗ് കുറച്ച് മോശമായിട്ടാണ് കാണുന്നത്. ഇനി എന്താ ഡെവലപ്മെൻറ്റ് വരുന്നതെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇനി കാര്യങ്ങൾ വരാനായിട്ട്. പിന്നെ ഇപ്പം നമ്മുടെ അജിത് ഡോവൽ ഈ വാസ് ഇൻ റഷ്യ ആൻഡ് ഈ കൺഫേംഡ് യെസ്റ്റർഡേ ദാറ്റ് റഷ്യൻ പ്രസിഡൻറ്റ് പുടിൻ വിൽ ബി വിസിറ്റിംഗ് ഇന്ത്യ. പിന്നെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ കുറച്ച് ഡിഫൻസ് ഡീലിൽ വേണ്ടിയിട്ട് അടുത്ത മാസം USA പോകാനിരിക്കുകയായിരുന്നു. അത് ചിലപ്പം ഉടനെ പോയെന്നിരിക്കില്ല. പിന്നെ ദർ ഇസ് എ റൂമർ ദാറ്റ് ഡിഫൻസ് ഡീല് ക്യാൻസൽ ചെയ്തു. അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്നലെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് തൽക്കാലം നമുക്ക് നോക്കാനുള്ളത് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഹൗ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്. നത്തിങ് ടു ബി സോൾഡ് ഇൻ പാനിക്. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് മേടിക്കുന്നത് വെച്ചാൽ കൺസപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മളൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ GDP അൺലൈക്ക് ചൈന ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ അവർ എക്സ്പോർട്സ്. വി ഹാവ് എ GDP വിച്ച് ഇസ് 70% ഇൻറ്റേർണൽ കൺസംഷൻ. അതുകൊണ്ട് അതൊരു വലിയൊരു ഇഷ്യൂ അല്ല. ലോങ് ടേമിൽ നമ്മളിതൊന്നും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. താങ്ക് യു.